അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരു നുണ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുമ്പോൾ സത്യം ഇപ്പോഴും തൻ്റെ ചെരുപ്പ് ധരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന പ്രസിദ്ധമായൊരു വാക്കുണ്ട്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ഈ വാക്കുകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രസക്തിയുണ്ട്. കാരണം നമ്മുടെ വിരൽത്തുമ്പിലെ സ്മാർട്ട് ഫോൺ ലോകത്തെ അടുത്തെത്തിച്ചതുപോലെ അസത്യങ്ങളെയും അതിവേഗം ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയും ഫേക്ക് ന്യൂസ് സംസ്കാരവും ജനാധിപത്യം നേരിടുന്ന പുതിയ വെല്ലുവിളികൾ എന്നത് ഇക്കാലത്ത് ഏറ്റവും സംസാരത്തിന് അർഹമായൊരു വിഷയമാണ്. വിവര വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരു സംഭവം നടന്നാൽ ഏതാനും നിമിഷങ്ങൾക്കകം അത് ലോകമെമ്പാടും അറിയപ്പെടുന്നു. സോഷ്യൽ മീഡിയ അറിവിൻ്റെ വാതിലുകൾ തുറന്നു, ശബ്ദമില്ലാത്തവർക്ക് ശബ്ദം നൽകി, അകലങ്ങളെ അടുപ്പമാക്കി. എന്നാൽ ഓരോ ശക്തിക്കും ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നഷ്ടപ്പെടുമ്പോൾ അതേ ശക്തി സമൂഹത്തിന് ഭീഷണിയായി മാറുന്നു. സോഷ്യൽ മീഡിയയുടെ വളർച്ചയ്ക്കൊപ്പം വളർന്ന മറ്റൊരു അപകടകരമായ സംസ്കാരമാണ് ഫേക്ക് ന്യൂസ് സംസ്കാരം എന്നുള്ളത്. സത്യമല്ലാത്ത വിവരങ്ങൾ, വളച്ചൊടിക്കപ്പെട്ട വാർത്തകൾ, വ്യാജ ചിത്രങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ എന്നിവ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിവേഗം പ്രചരിക്കുന്നു. പലപ്പോഴും ഒരു ക്ലിക്കിലൂടെ നാം പോലും അറിയാതെ ഈ അസത്യങ്ങളുടെ വാഹകരായി മാറുന്നുണ്ട്. ഫേക്ക് ന്യൂസിൻ്റെ ഏറ്റവും വലിയ അപകടം എന്നത് ഒരു വാർത്ത മാത്രമല്ല, ഒരു ആയുധം കൂടിയാണ് എന്നുള്ളതാണ്. ജനങ്ങളുടെ ചിന്തകളെ സ്വാധീനിക്കാനും വികാരങ്ങളെ ഉണർത്താനും സമൂഹത്തിൽ ഭിന്നത സൃഷ്ടിക്കാനും അതിന് കഴിയും. ഒരു വ്യാജ വാർത്ത ചിലപ്പോൾ വർഷങ്ങളായി കെട്ടിപ്പടുത്ത വിശ്വാസത്തെ പോലും തകർക്കാൻ ശേഷിയുള്ളതായിരിക്കാം. ജനാധിപത്യം എന്നത് വെറും തിരഞ്ഞെടുപ്പുകളല്ല, ജനങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയുകയും ചെയ്യുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ആത്മാവ്. എന്നാൽ ഫേക്ക് ന്യൂസ് ഈ ആത്മാവിനെയാണ് ആക്രമിക്കുന്നത്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന അഭിപ്രായങ്ങൾ ജനാധിപത്യത്തെ ദുർബലമാക്കുകയും ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് പലരും വാർത്തകൾ വായിക്കുന്നില്ല, തലക്കെട്ടുകൾ മാത്രമാണ് വായിക്കുന്നത്, സത്യാവസ്ഥ പരിശോധിക്കുന്നില്ല, ഉടൻ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അസത്യം സത്യത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഒരു വ്യാജ സന്ദേശം നിമിഷങ്ങൾക്കകം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു. പിന്നീട് ഇത് തെറ്റാണെന്ന് തെളിഞ്ഞാലും അതുണ്ടാക്കിയ നാശത്തെ തിരുത്താൻ പലപ്പോഴും കഴിയാറില്ല. സാഹചര്യത്തിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തം യുവജനങ്ങൾക്കാണ്. കാരണം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുവതലമുറയാണ്. ഓരോ യുവാവും ഒരു വാർത്ത ഷെയർ ചെയ്യുന്നതിന് മുൻപ് സ്വന്തത്തോട് 3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. 1, ഇത് സത്യമാണോ? ഇതിന് വിശ്വസനീയമായ തെളിവുണ്ടോ? മറ്റൊന്ന്, ഇത് പങ്കുവെക്കുന്നത് സമൂഹത്തിന് ഗുണകരമാണോ? ഈ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെങ്കിൽ ആ വാർത്ത പ്രചരിപ്പിക്കാതിരിക്കുന്നതാണ് നാം സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. സുഹൃത്തുക്കളെ, ഇന്നത്തെ ലോകത്ത് സാക്ഷരത എന്നത് വായിക്കാനും എഴുതാനും അറിയുക എന്നത് മാത്രമല്ല, ലഭിക്കുന്ന വിവരങ്ങളെ വിലയിരുത്താനും സത്യവും അസത്യവും തിരിച്ചറിയാനുമുള്ള കഴിവും സാക്ഷരതയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടം നമ്മിൽ നിന്ന് മീഡിയ സാക്ഷരതയും ഡിജിറ്റൽ ഉത്തരവാദിത്വവും ആവശ്യപ്പെടുന്നത്. സോഷ്യൽ മീഡിയയെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതിൻ്റെ നല്ല വശങ്ങൾ അനവധിയാണ്. പക്ഷേ അതിന് വിവേകത്തോടെ ഉപയോഗിക്കേണ്ടത് അനിവാര്യമാണ്. സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും മനുഷ്യൻ്റെ വിവേകവും നൈതിക ബോധവും നഷ്ടപ്പെടരുത്. ഒരു ജനാധിപത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ കെട്ടിടങ്ങളിലോ സ്ഥാപനങ്ങളിലോ അല്ല, സത്യത്തെ വിലമതിക്കുന്ന പൗരന്മാരിലാണ്. അതുകൊണ്ടാണ് ഫേക്ക് ന്യൂസിനെതിരെ പോരാടേണ്ടത് നിയമങ്ങൾ കൊണ്ട് മാത്രമല്ല, ബോധവൽക്കരണം കൊണ്ടും ഉത്തരവാദിത്വമുള്ള പെരുമാറ്റം കൊണ്ടുമാണ്. സത്യത്തെ അന്വേഷിക്കുന്നവരാകാം, അസത്യത്തിൻ്റെ പ്രചാരകരല്ല. നമുക്ക് പരിശോധിച്ച് വിശ്വസിക്കാം, അന്ധമായി പിന്തുടരാതിരിക്കാം. നമുക്ക് ഉത്തരവാദിത്തത്തോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. കാരണം സത്യത്തെ സംരക്ഷിക്കുന്നത് ഒരു വാർത്തയെ മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ ഭാവിയെ തന്നെയാണ് സംരക്ഷിക്കുന്നത്. പരിഹാരമാകുമെന്ന വിശ്വാസത്തോടു കൂടെ എൻ്റെ വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.